ഹലോ ഗായ്സ്, അപ്പം ഞാൻ ഇന്നൊരു രാത്രിത്തെ വ്ലോഗായിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. അപ്പം രാത്രി ഇതാ നാളേക്കൊക്കെയുള്ള ഇഡ്ഡലിക്കുള്ള മാവും അരച്ച് വെക്കുന്നുണ്ട്. കുറേ ദിവസമായി മോനെ ഇഡ്ഡലിക്ക് പറയുന്നത്. അപ്പോൾ അരിയൊക്കെ കഴുകി നേരെ ജാറിലോട്ട് ഇട്ടിട്ടോ. അപ്പോൾ ദാ എൻ്റെ കൂടെ തന്നെ മോനുണ്ട്. അപ്പോൾ ആവശ്യമായ ചോറ് ഇട്ട് കൊടുത്തിട്ടോ. ഈ സുജാത മിക്സിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മൾ മൂട്ടിൽ തന്നെ ഇങ്ങനെ നിന്നുകൊണ്ടിരിക്കണം, അല്ലെങ്കിൽ എന്താണ് തെറിച്ച് 4 ഭാഗത്തേക്കും പോവും. അപ്പോൾ അതിനാവശ്യമായ വെള്ളവും ചോറൊക്കെ ഇട്ട് അരച്ച് കൊടുക്കുന്നുണ്ട്. ഞാനും മോനും ഒറ്റക്കായതുകൊണ്ട് തന്നെ ഇവനിൻ്റെ പുറകെ തന്നെ ഉണ്ടാവും കേട്ടോ. ഓനക്ക് ഈ അരിമാവ് അരക്കുമ്പോൾ ഒരു പ്രത്യേക ഇഷ്ടമാണ്. ഓനക്ക് തീരെ ഇഷ്ടമല്ലെങ്കിലും ഓൻ ചെവി കുത്തിയിട്ട് അവിടെ ഇരിക്കും കേട്ടോ. പിന്നെ ഓനൊറ്റക്കേ ഉള്ളൂ, ഞാനും ഓനും മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് ഓനിൻ്റെ പിന്നാലെ തന്നെ ഉണ്ടാവും കേട്ടോ. ഈ അരിമാവ് അരക്കേണ്ട ഓൻ്റെ മെയിൻ പരിപാടി എന്ന് പറഞ്ഞാൽ ഇത് ഇളക്കി തന്ന് സഹായിക്കുക എന്നാണ് കേട്ടോ. ആ കൃത്യത്തിനാണ് അവിടെ ഇങ്ങനെ കുത്തിയിരിക്കുന്നത്, ചെമ്പിൻ്റെ അടുത്ത് തന്നെ. കഴിഞ്ഞ പ്രാവശ്യം ഞാനും മോനും കൂടി ഇഡ്ഡലി മാവ് അരച്ചിട്ട് ദോശയ്ക്കും ഇഡ്ഡലി മാവിനും കൂടി ആവാത്തൊരവസ്ഥയായിരുന്നു. കാരണം വെള്ളം അതിൻ്റെ അടുത്ത് തന്നെ വെച്ചിരുന്നു. അവൻ അതിലേക്ക് വെള്ളം പറഞ്ഞ് നല്ലോണം ഇളക്കി അങ്ങ് തന്നെ. അങ്ങനെ ഒരു സറാവാത്തി വെള്ളം ആയിപ്പോയി. അങ്ങനെ രാത്രിക്കൊക്കെയുള്ള മീനും മസാല ആക്കി വെച്ചിരുന്നു, അതും പൊരിച്ചെടുത്തിട്ടോ. അപ്പോൾ ഇന്ന് നമുക്ക് സൂതയോ കോരിയോ അങ്ങനെ എന്തോ ഒരു മീനായിരുന്നു കിട്ടിയിരുന്നത്. പിന്നെ നമുക്ക് മോരിയറിയായിരുന്നു രാവിലെ വെച്ചിരുന്നത്, അതൊന്ന് തിളപ്പിച്ച് വെച്ച്. നമ്മളവിടെ എന്ന് പറഞ്ഞാൽ മാവ് പൊന്താൻ കുറച്ച് ഭയങ്കര പണിയാണ്. അപ്പോൾ നമ്മൾ വെള്ളം തിളപ്പിച്ചിട്ട് അതിൻ്റെ മേലെ ഇങ്ങനെ ഇറക്കി വെക്കും. അപ്പോൾ മാവ് നല്ലോണം പൊന്തും കേട്ടോ. നമ്മൾ ഈസ്റ്റ് ഇടും എങ്കിലും പക്ഷേ അങ്ങനെ പൊന്താറില്ല. അങ്ങനെ വെള്ളമൊക്കെ തിളച്ച് അപ്പോൾ മോനിക്ക് ഭയങ്കര ഉറക്കവും വയറുവേദനയൊക്കെ വരുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞ്. അപ്പോൾ ഞാൻ എന്താക്കി, വേഗം ഓനക്കുള്ള ചോറ് വിളമ്പിയിട്ട് ഓനക്ക് കൊടുത്തു കേട്ടോ. അതിൻ്റെ ഇടയിൽ വെള്ളം തിളച്ചിട്ട് വെള്ളം ഇറക്കി വെച്ച്. ഇപ്പോൾ റൈസ് കുക്കറിൽ ചോറായതുകൊണ്ട് പുറത്ത് തന്നെ ഇരിക്കട്ടെ. ചോറ് കഴിഞ്ഞതിന് ശേഷം നമ്മൾ റൈസ് കുക്കറിൽ ഇറക്കി വെക്കും. അങ്ങനെയാണ് കേട്ടോ അവിടെ മാവ് പൊതുവേ ചെയ്യാറ്. അങ്ങനെ നമ്മൾ ചോറൊക്കെ കഴിച്ച് ഞങ്ങൾ ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞ് ചോറൊക്കെ ഇങ്ങനെ കഴിച്ചു കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഓനിങ്ങനെ ഓരോ കഥകളിങ്ങനെ പറയുന്നുണ്ട്.